ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്ക് ആയിട്ട് രണ്ട് വാക്യങ്ങൾ വായിപ്പാനായിട്ട് ആമുഖമായി വായിപ്പാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ. അതുപോലെ തന്നെ റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുന്ന സമയങ്ങളിൽ പ്രാർത്ഥനയിൽ സ്വയം ഉരുവിട്ടും അതുപോലെ തന്നെ മറ്റുള്ളവരെ പറഞ്ഞ് ധൈര്യപ്പെടുത്തുന്ന 2 വാക്യങ്ങളാണല്ലോ ഇപ്പോൾ നമ്മൾ വായിച്ചത്. വ്യക്തിപരമായി നമുക്കൊക്കെ അനുഭവം ഉണ്ടായിരിക്കും. ചിലരുടെയൊക്കെ പ്രയാസങ്ങളൊക്കെ പറയുമ്പോൾ എല്ലാം നന്മയ്ക്കായി എന്ന് പറയുമ്പോൾ പറയുന്നവർക്കും ഒരു ആശ്വാസം, കേൾക്കുന്നവർക്കൊക്കെ ഒരു ആശ്വാസം പ്രാപിക്കുന്ന 2 വാക്യങ്ങളാണ് ഇന്ന് രാത്രി നമ്മൾ വായിച്ചത്. ഈ 2 വാക്യങ്ങളുടെയും കാതൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്നതും അതിനായി അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു പൊതുധാരണ ഉണ്ടാകുക അല്ലെങ്കിൽ നൽകുകയാണ്. ഈ വാക്യങ്ങളിൽ കാണുന്ന ദൈവത്തെ സ്നേഹിക്കുന്നവർ അല്ലെങ്കിൽ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർ, ഇവ രണ്ടും ലോകത്തിലുള്ള സകല സത്യവിശ്വാസികളെ സൂചിപ്പിക്കുന്ന 2 ശൈലികൾ, 2 പദങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അവരെല്ലാവരും ദൈവത്തെ സ്നേഹിക്കുന്നവരാണ്, കൂടാതെ ദൈവിക ഉദ്ദേശത്തിനായി അവരെല്ലാവരും വിളിക്കപ്പെട്ടിട്ടുമുള്ളവരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നു എന്നത് ഒട്ടും തന്നെ സംശയമില്ലാത്ത കാര്യമാണ്. നമ്മുടെ എല്ലാവർക്കും അറിയാം ദൈവം നമ്മെ എല്ലാവരെയും സ്നേഹിക്കുന്നു എന്നുള്ളത്. നമ്മളിലുള്ള ആ ബോധ്യത്തിന് അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ മനസ്സിലാക്കുന്നതിനുള്ള പ്രധാന കാരണം ദൈവം പ്രത്യക്ഷമായി തന്നെ അതിന് കൊടുത്ത ആ വലിയ വില തന്നെയാണ്. ലോക സ്ഥാപനത്തിന് മുമ്പേ തീരുമാനിക്കപ്പെട്ട ആ ദൈവിക പദ്ധതി പ്രകാരം ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം തന്നെ അവൻ അനുസരണമുള്ളവനായി തീർന്നു. ആ വാക്യം നമുക്കറിയാം. അതായത് യെരുശലേം പട്ടണത്തിന്റെ ആ മതിൽക്കെട്ടിന് പുറത്തായി തലയോടിടം എന്ന അർത്ഥം വരുന്ന എബ്രായ ഭാഷയിൽ ഗോൽഗോഥ എന്നും ലാറ്റിൻ ഭാഷയിൽ കാൽവറി എന്നും അറിയപ്പെടുന്ന ആ കുന്നിൻ മുകളിൽ നടത്തിയ ആ സർവ്വലോകത്തിനും വേണ്ടിയുള്ള ആ മഹാപ്രായശ്ചിത്ത യാഗം ദൈവസ്നേഹത്തിന്റെ തെളിയിക്കപ്പെട്ട പ്രകടനമാണ്. അതുകൊണ്ട് നമുക്ക് ആർക്കും സംശയമില്ല, ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ള കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും ഉറപ്പുണ്ട്. ഇവിടെ റോമാലേഖനത്തിൽ നിർണയപ്രകാരം വിളിക്കപ്പെട്ട ദൈവത്തെ സ്നേഹിക്കുന്ന ഭക്തന്മാരുടെ ജീവിതത്തിൽ ദൈവം കൊണ്ടെത്തിക്കുന്ന എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും ഏറ്റവും ശ്രേഷ്ഠമായ നന്മയെ സൃഷ്ടിക്കുവാൻ സർവശക്തനായ ദൈവത്തിനെ കഴിയും എന്നുള്ള വാക്യമാണ് നമ്മൾ വായിച്ചത്. പ്രിയമുള്ളവരെ, അതൊരിക്കലും അവരുടെ ജീവിതത്തിൽ പെട്ടെന്നുളവായ ഏതെങ്കിലും ഒരു ആപത്ത് ഘട്ടത്തിൽ നിന്ന് രക്ഷിക്കുന്നതോടൊപ്പം എന്തെങ്കിലും ഒരു നല്ല ദാനം സന്തോഷിപ്പിച്ചു എന്നതിനെ മാത്രമല്ല കാണിക്കുന്നത്. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള സാഹചര്യത്തിലൂടെ ദൈവം അവരെ നടത്തുന്നത് തന്നെ ആ നന്മകളെല്ലാം അവരുടെ ജീവിതത്തിൽ പകരാനാണ്. അന്നേരം തീർച്ചയായിട്ടും നന്മയ്ക്കായി വ്യാപരിക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും പ്രയാസമുള്ള ഒരു സാഹചര്യത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് അത് പറയുന്നത്. ആ സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ, അങ്ങനെയുള്ള ആപത്തിൽ വീഴുമ്പോൾ പെട്ടെന്ന് അവരെ രക്ഷിച്ചിട്ട് കയ്യിലൊരു ചോക്ലേറ്റ് കൊടുത്ത് കുഞ്ഞിന്റെ കയ്യെ പിടിച്ചൊരു ചോക്ലേറ്റ് കൊടുക്കുന്നത് പോലെ ആ ഒരു അർത്ഥത്തിൽ മാത്രമല്ല, അതിനേക്കാളൊക്കെ ഉപരി ആ അനുഗ്രഹങ്ങളൊക്കെ പകരാൻ വേണ്ടി അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ ദൈവം അവരെ നടത്തുന്നു എന്നാണ് ആ വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. കഴിഞ്ഞ നാളുകളിലെ ഭക്തന്മാരുടെ ജീവിതത്തിൽ അവർ അതിനെയൊക്കെ ആത്മീയമായി തിരിച്ചറിഞ്ഞ് അത് അങ്ങനെ തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ദൈവം അയക്കുന്ന എല്ലായിടത്തേക്കും അവർ സമർപ്പണത്തോടും സന്തോഷത്തോടും ഒക്കെ യാത്രയായത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ വായിക്കുന്ന പലരുടെയും ബയോഗ്രാഫി, പലരുടെയും ആത്മകഥകളൊക്കെ നമ്മെ ധൈര്യപ്പെടുത്തുന്ന അതിലെ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് അവർ ആ നിലയിലൊക്കെ മുന്നോട്ട് പോകാനിടയായതുകൊണ്ടാണ്. അവിടെയെല്ലാം അങ്ങനെ അവർ കടന്നുപോയിടത്തെല്ലാം നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത പ്രതിസന്ധികളിലൂടെയൊക്കെ അവർ കടന്നു പോകുവാൻ ഇടയായി എന്നുള്ളതൊക്കെ നമ്മൾ വായിച്ചറിയാൻ നമുക്ക് ഇടവന്നിട്ടുണ്ടല്ലോ. പക്ഷേ അവരുടെ എല്ലാം ജീവിതാന്ത്യത്തിൽ വെളിപ്പെട്ട ആ പ്രത്യാശയുടെ ധൈര്യം, അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ആ പ്രതിസന്ധികളെ ദൈവം അവരുടെ ജീവിതത്തിൽ നന്മയ്ക്കായി തീർത്തു എന്നുള്ളതാണ്, നന്മയ്ക്കായി അതിനെ മാറ്റി എന്നുള്ളതാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ ഇന്ന് നമ്മുടെ ഭൗതിക താല്പര്യങ്ങൾക്കൊക്കെ ഇണങ്ങുന്നതുമായ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളതുമായ സ്ഥലങ്ങളിലേക്കൊക്കെ പോയി എന്നിട്ട് ദൈവം അയച്ചതാണെന്നൊക്കെ നമ്മൾ അവകാശപ്പെടാറുണ്ട്. നമ്മൾ ആ രീതിയിലൊക്കെ ഞാനിപ്പോൾ ഗൾഫിലായിരിക്കുന്നു, അങ്ങനെ നമ്മൾ ഓരോരുത്തരും അങ്ങനെയൊക്കെ കടന്നു പോയിട്ട് അത് ദൈവം അയച്ചതാണെന്നൊക്കെ നമ്മൾ അങ്ങനെ അവകാശപ്പെടാറുണ്ട്.
അവകാശപ്പെടുമ്പോൾ തന്നെ പക്ഷെ അതൊക്കെ കുറേയൊക്കെ നമ്മുടെ താല്പര്യങ്ങൾക്കൊക്കെ അടിസ്ഥാനപ്പെട്ടാണ് നാം അങ്ങനെയൊക്കെ ചെയ്യുന്നത്. എന്നാൽ തീർച്ചയായും നിർണയപ്രകാരം വിളിക്കപ്പെട്ട ഒരു ദൈവഭക്തന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാത്തിലും ഒരു ദൈവഹിതമുണ്ട്. നമ്മുടെ തീരുമാനത്തിൽ പോലും അതിൽ ദൈവത്തിന്റെ ഒരു ഹിതം അതിലൂടെ വെളിപ്പെടും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്നാൽ അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ ചില കാര്യങ്ങൾ നാം ഓർക്കേണ്ടത്, അതിന്റെ ഒരു വാർണിംഗ് എന്ന പോലെ നാം മനസ്സിൽ കുറിച്ചു വെക്കേണ്ട ചില കാര്യങ്ങൾ തിരുവചനത്തിൽ ചില മാതൃകകൾ തന്നെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. മിസ്രൈമി അടിമത്തത്തിൽ നിന്നും വിടുതൽ പ്രാപിച്ച് യാത്ര തിരിച്ച ഇസ്രായേലിനെ യഹോവയുടെ നാമത്തിൽ ശപിക്കാനായി ഇറങ്ങിത്തിരിച്ച ബിലാമിന് സംഭവിച്ചതും നമുക്കുണ്ട്. അവിടെയും അതും അങ്ങനെയുള്ള ചില ആ നിലയിലേക്കുള്ള വഴികളിലൊന്നും യാത്ര ചെയ്യാതിരിക്കാനായിട്ട് നാം നമ്മളെ തന്നെ സൂക്ഷിക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, ഒരുപക്ഷെ കാര്യങ്ങളെല്ലാം അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് കാര്യങ്ങളൊക്കെ ചെയ്തു പോകുമ്പോൾ കാര്യങ്ങളെല്ലാം നാം ആദ്യം അനുകൂലമായി സംഭവിച്ചാലും ദൈവം ഒരുക്കിയ നന്മയിൽ നിന്നും നാം അകന്നു പോകുവാൻ ഇടയാകരുത്. ഈ തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ഇന്ന് രാത്രി പ്രബോധിപ്പിക്കുവാനുള്ളത് ആ ഒരു കാര്യമാണ്. പ്രിയമുള്ളവരെ, ദൈവത്താൽ നയിക്കപ്പെടുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ദൈവവേദനയെ കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നത് അവർ ആത്മീയമായി വളരണമെന്നും അധികം അധികം ക്രിസ്തുവിനെ പോലെ ആയി തീരണമെന്നാണ്. അതാണ് ദൈവം എല്ലാവരെയും കുറിച്ചും ആഗ്രഹിക്കുന്നത്. അതായത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്വഭാവത്തിലേക്ക് നമ്മൾ അനുരൂപപ്പെടണം എന്ന് തന്നെയാണ് അതിനർത്ഥം. പ്രിയമുള്ളവരെ, ഒരു കാര്യം സത്യമാണ്, ജീവിതയാത്രയിൽ ദൈവം അനുവദിച്ചിരിക്കുന്ന പ്രയാസങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ അനുഗ്രഹമായി ഭവിക്കുകയുള്ളൂ. എല്ലാവരുടെയും ജീവിതത്തിൽ കഷ്ടമുണ്ട്, എല്ലാവരുടെയും ജീവിതത്തിൽ പ്രയാസമുണ്ട്, എല്ലാവരുടെയും ജീവിതത്തിൽ നന്മകളുണ്ട്. പക്ഷെ അതിന്റെ മധ്യത്തിൽ ദൈവത്തെ അനുസരിക്കുന്നവർ അല്ലെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ ജീവിതത്തിലാണ് അതൊരു നന്മയായി ഭവിക്കുന്നത്, അതൊരു അനുഗ്രഹമായി ഭവിക്കൂ എന്നുള്ള കാര്യം മാത്രം അറിയുക. ദൈവത്തിന്റെ മഹാസ്നേഹത്തെ ഗൗനിക്കാതെ മുന്നോട്ട് പോകുന്നവരിൽ അത്തരം കഷ്ടതകൾ വിപരീത ഫലമായിരിക്കും ഉണ്ടാക്കുന്നത്. നമ്മൾ സാധാരണയായി നമ്മുടെ മലയാളത്തിൽ പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്, വെളുക്കാൻ തേച്ചത് പാണ്ടായി പോയി എന്ന് പറഞ്ഞതുപോലെ അത് ദുരിതത്തിലേക്കും നിരാശയിലേക്കും നയിക്കുന്നതാണ് ദൈവത്തെ സ്നേഹിക്കാത്തവരുടെ ജീവിതത്തിൽ എന്നുള്ളത് നാം അറിയുക. പ്രിയമുള്ളവരെ, അതേസമയം നന്മയ്ക്കായി നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന ചില വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ എന്ത് നന്മയാണ് അതിന്റെ പിന്നിൽ വരുന്നത്? ഒരു പ്രയാസത്തിൽ കൂടെ വരുമ്പോൾ നമ്മൾ ആശ്വസിപ്പിക്കുമ്പോൾ എന്ത് നന്മയാണ് അതിന്റെ പിന്നിൽ ഉണ്ടാകുന്നതെന്ന് നമുക്ക് പറയാൻ വാക്കുകളില്ല. എന്ത് നന്മയാണെന്ന് മനസ്സിലാക്കുവാനും നമുക്ക് കഴിഞ്ഞോണമെന്നില്ല. അങ്ങനെ ഏത് തരത്തിൽ അല്ലെങ്കിൽ ഏത് വിധത്തിലുള്ള നന്മയാണ് തങ്ങൾക്ക് വരുന്നതെന്ന് വിശ്വാസികൾക്ക് കാണുവാൻ എപ്പോഴും കഴിയണമെന്നില്ല. എന്നാൽ അത് മനസ്സിലാക്കാൻ നാം അധികം ശ്രമിക്കേണ്ടതുമില്ല. നാം സകലത്തിലും മതിയായവനിൽ വിശ്വസിച്ചാൽ മാത്രം മതി, അവനിൽ ആശ്രയിച്ചാൽ മാത്രം മതി. അത് നന്മയ്ക്കായി അത് അവൻ കൂടി വ്യാപരിക്കും എന്നുള്ളത് നമ്മളോടുള്ള വാഗ്ദത്തമാണ്. സകല കാര്യങ്ങളിലും ദൈവം തന്നെ സ്നേഹിക്കുന്നവരുടെ നന്മയ്ക്ക് വേണ്ടി തന്നെ പ്രവർത്തിക്കുന്നു എന്ന് നാം വിശ്വാസത്താൽ അറിയണം. വിശ്വാസത്താലാണ് നാം അറിയുന്നത്. ആ യാത്ര വിശ്വാസ യാത്ര, അങ്ങനെ അപ്പോഴാണ് അത് ഒരു വിശ്വാസ യാത്രയായി മാറുന്നത്. കൂടാതെ അങ്ങനെയുള്ളവരിൽ സകല കാര്യങ്ങളും നന്മയ്ക്കായി ഒരുമിച്ച് പ്രവർത്തിക്കുന്നുവെങ്കിൽ അങ്ങനെ വരുന്നതിന്റെ കാരണക്കാരൻ ദൈവമാണ് എന്നുള്ളതും നാം അറിയണം. അതിന്റെ പിന്നിൽ സാഹചര്യമല്ല, പക്ഷെ അതിന്റെയൊക്കെ സാഹചര്യത്തിന്റെ ഒക്കെ പിന്നിൽ അത് നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്ന ഒരു ദൈവം കാരണക്കാരനായി അവിടെ ഉണ്ട് എന്നുള്ളതും നാം വിശ്വസിക്കണം. നന്മയ്ക്കായി ഒരുമിച്ച് പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ നന്മ ഉളവാകാനായി മണ്ടത്തരമെന്ന് ലോകം പറയുന്ന നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും അതിനെ തുടർന്നുണ്ടാകുന്ന പ്രതിസന്ധികളും അതുപോലെ തന്നെ സാഹചര്യങ്ങളും ഒക്കെ അതിനോടൊക്കെ ഒപ്പം ചേർത്ത് നമ്മളെയും ഒരുമിച്ച് ചേർത്ത് ദൈവം തന്റെ ഹിതപ്രകാരമുള്ള ഒരു നന്മയ്ക്കായി അതിനെ കൂടി വ്യാപരിപ്പിക്കുമെന്നാണ് ആ വാക്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഒരു ഭക്തനെയും അവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതിനെയും കൂട്ടിച്ചേർത്ത് ദൈവവും അതിനോട് ചേർന്ന് ഒരുമിച്ച് നന്മയ്ക്കായി പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കാം. ആ നിലയിൽ അതിനെ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളെ കർത്താവിന്റെ കരത്തിലേക്ക് ഏൽപ്പിക്കുമ്പോൾ അതിലെ ദൈവഹിതത്തെ കുറിച്ചുള്ള വലിയ കാഴ്ചപ്പാടുകൾ തന്ന ദൈവം നമ്മെ മുന്നോട്ട് കൊണ്ടുപോകും. പ്രിയമുള്ളവരെ, ദൈവസ്നേഹത്താൽ പിടിക്കപ്പെട്ട് ക്രിസ്ത്യാനികളായി തീർന്ന എല്ലാവരെയും സംബന്ധിച്ച് ദൈവത്തിനൊരു പദ്ധതിയോ ഉദ്ദേശ്യമോ ഉണ്ടായിരുന്നു എന്നുള്ളത് ആ ഒരുമിച്ചുള്ള ആ പ്രവൃത്തി സൂചിപ്പിക്കുന്നു, അല്ലെങ്കിൽ അതിലേക്കുള്ള അറിവ് നമുക്ക് തരുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഏതെങ്കിലും വിധത്തിൽ ആകസ്മികമായ അപകട സാധ്യത കൊണ്ടോ ആരും ദൈവത്തെ അറിയുകയോ അല്ലെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുകയോ അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുകയോ ചെയ്യുന്നില്ല. അത് നമുക്കറിയാം. അത് തിരഞ്ഞെടുപ്പും കാര്യങ്ങളൊക്കെ അതിനെ കുറിച്ചുണ്ട്. ഞാൻ ആ ഭാഗത്തേക്കൊന്നും പറയുന്നില്ല. പലപ്പോഴും നമ്മൾ ഒരു രക്ഷയുടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ രക്ഷയെ കുറിച്ച് ഒരു പുതിയതായ ഒരു വിശ്വാസത്തിലേക്ക് കടന്ന ഒരു വ്യക്തിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, രക്ഷ എന്ന് പറയുന്നത് 1 മണിക്കൂർ തിരുവചനം വായിച്ചിട്ടോ അല്ലെങ്കിൽ 1 മണിക്കൂർ പ്രസംഗം കേട്ടിട്ടോ 1 മിനിറ്റിൽ എടുക്കുന്ന ഒരു തീരുമാനത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്നുള്ളത് നാം അറിയട്ടെ. അത് നമ്മുടെ ആത്മാവിന്റെ മാത്രം രക്ഷയല്ല, അതിൽ ദേഹിയുടെ വിശുദ്ധീകരണവും ശരീരത്തിന്റെ വീണ്ടെടുപ്പും
ഉൾപ്പെടുന്നുണ്ട്. അവിടെയാണ് നമുക്ക് വാഗ്ദത്തം ചെയ്ത പുത്രത്വം പൂർണ്ണമായും നാം അവകാശമാക്കുന്നത്. അതായത് നമ്മുടെ ആത്മാവിന്റെ രക്ഷ, നമ്മുടെ ദേഹിയുടെ വിശുദ്ധീകരണം, അതുപോലെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ്, അതെല്ലാം പൂർത്തീകരിക്കുമ്പോഴാണ് ആ പുത്രത്വത്തിന്റെ പൂർണ്ണമായ അവകാശങ്ങളിലേക്ക് നാം എത്തിച്ചേരുന്നത്. റോമാലേഖനം 8-23 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. പ്രിയമുള്ളവരെ, വിശ്വാസികൾ പൂർണ്ണമായും, അതായത് നിത്യമായും വീണ്ടെടുക്കപ്പെട്ട് ദേഹം, ദേഹി, ആത്മാവിൽ ക്രിസ്തുവിനോട് അനുരൂപമായി രൂപാന്തരപ്പെട്ടവരും വീണ്ടെടുക്കപ്പെട്ടതുമായ ഒരു സൃഷ്ടിയായി ദൈവമക്കൾ എന്ന നിലയിൽ അവരുടെ സ്ഥാനം ഏറ്റെടുക്കുമെന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അങ്ങനെ ഒരു പദവി അവിടെ വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ദൈവമക്കളാണെന്ന് വിശ്വാസത്താൽ അറിയുന്നു, എന്നാൽ നാം ആ പദവികളൊക്കെ ഔദ്യോഗികമായി ഏറ്റെടുക്കുന്നു എന്ന് പറയുന്ന പോലെ ഒരു നാളിന് വേണ്ടിയാണ് നാം ഞെരങ്ങിക്കൊണ്ട് കാത്തിരിക്കുന്നത്. അത് പൂർണ്ണമായി സംഭവിക്കുന്നത് പ്രിയമുള്ളവരെ ദൈവം ഈ പറയുന്ന വിധത്തിലുള്ള കാര്യങ്ങളോട് നടത്തുന്നത് കൊണ്ടാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവം ഒരുക്കുന്നത് ഒരിക്കലും ഒരു പുതിയ കാര്യമല്ല. അത് ലോക സ്ഥാപനം മുതൽ ചെയ്തു പോരുന്നതും നിത്യത്തിലേക്ക് നീളുന്നതുമായ ആ വലിയ ദൈവപ്രവൃത്തികൾ തന്നെയാണ്. നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. ഞാൻ 1-2 ഉദാഹരണങ്ങൾ പഴയ നിമിത്തിൽ നിന്ന് തന്നെ കൊണ്ടുവന്നിട്ട് ഞാൻ ഇന്ന് രാത്രി ഈ മെസ്സേജ് കൺക്ലൂഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. യോസഫിനെ നമുക്കറിയാം. പഴയ നിയമത്തിൽ അബ്രഹാമിന്റെയും ഇസാക്കിന്റെയും യാക്കോബിന്റെയും മകനായ യോസഫിനെ കുറിച്ച്, യോസഫിനെ തിന്മയായതിൽ കൂടി യോസഫിനെ അനുഗ്രഹിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയുന്നുണ്ട്. നിരവധി പ്രസംഗങ്ങൾ ആ ഭാഗങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കേട്ടിട്ടുണ്ട്. ഒരുപക്ഷെ യോസഫ് തന്റെ സ്വപ്നങ്ങളെ വിവരിക്കുമ്പോൾ തന്റെ സഹോദരന്മാർ അവന്റെ മേലുള്ള ദൈവിക നിയോഗത്തെ മാനിക്കുകയും അവനെ സ്നേഹത്തോടെ കൈക്കൊണ്ടിരുന്നെങ്കിൽ യോസഫ് ബന്ധിക്കപ്പെട്ടവനായി ഇസ്മായിലിയ കച്ചവടക്കാരുടെ കൂടെ മിസ്രൈമിലേക്ക് പോകേണ്ടി വരില്ലായിരുന്നു. അവൻ സഹോദരന്മാർക്ക് അവൻ കൊണ്ടുവന്ന ആ പലഹാരങ്ങൾ കൈമാറി സഹോദരന്മാർ വനത്തിൽ നിന്ന് ശേഖരിച്ച, അല്ലെങ്കിൽ ആടിനെ മേയിച്ച ഇടങ്ങളിൽ നിന്ന് ശേഖരിച്ച ആ സമ്മാനങ്ങളും മേടിച്ചിട്ട് അടുത്ത മാസം വരേണ്ടതിന് സന്തോഷത്തോടെ അവൻ വീട്ടിലേക്ക് മടങ്ങുമായിരുന്നു. ഒരടിമയെ പോലെ അപമാനിക്കപ്പെട്ട് യോസഫ് നടത്തേണ്ടി വന്ന ആ മിസ്രൈമി യാത്ര അവന് കിട്ടിയ ദർശനങ്ങളെ പൂർത്തീകരിക്കാൻ മാത്രമായിരുന്നു. അതിനുവേണ്ടിയായിരുന്നു അവനെ ആ നിലയിലേക്ക് കൊണ്ടത്. അവനെ അധികം പക്വതയുള്ളവരാക്കുവാനും കൂടിയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ആ വേദഭാഗങ്ങൾ പഠിക്കുമ്പോൾ, വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ പൊത്തിഫറിന്റെ ഭവനത്തിൽ വലിയ കുഴപ്പം കൂടാതെ കഴിഞ്ഞപ്പോഴും പിന്നീട് കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടപ്പോഴും യോസഫ് ഒരു അനുഗ്രഹമായിരുന്നു. ഞാൻ അതിന് കൂടുതൽ വിശദീകരിക്കുന്നത്, ഞാൻ ചില വാക്കുകൾ കൂടെ ഞാൻ പറഞ്ഞു പോകുമ്പോൾ അതിന് മുഴുവൻ ചരിത്രമൊക്കെ നമുക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകട്ടെ. ഈ നിലയിൽ ഈ വേദഭാഗം പഠിക്കുമ്പോൾ യോസഫിന്റെ കാലത്ത് ലഭിച്ച ദൈവവചന വെളിപ്പാടിനേക്കാളും ഇന്ന് നമ്മൾ പ്രാപിച്ചതിനേക്കാൾ, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ പ്രാപിച്ചിട്ടുണ്ടല്ലോ, അങ്ങനെ പ്രാപിച്ചതിനാൽ പിൽക്കാലത്ത് യോസഫിന് ലഭിച്ച രാജകീയ പദവികളെ ഒരിക്കലും ഈ ലോകത്തിലെ ഏതെങ്കിലും ഒരു പദവിയെ ലക്ഷ്യം വെക്കുവാൻ നമ്മൾ ആരും തുനിയരുത് എന്നുള്ളത് ആ പുതിയ നിയമ ആ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നാം മനസ്സിലാക്കണം. കാരണം നമുക്ക് വെച്ചിരിക്കുന്ന ആ തിരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഹിതർ എന്ന പദവി നാം പ്രാപിക്കുന്നത് വരുവാനുള്ള ലോകത്തിലാണ്. ആ വാക്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. യോസഫിന്റെ കാര്യത്തിലേക്ക് നമ്മൾ മടങ്ങി വരുമ്പോൾ യോസഫിന്റെ ദർശനത്തിൽ അരുളി ചെയ്തതുപോലെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തിരുവചനത്തിലൂടെയും ആത്മാവിലൂടെയും നമ്മളോട് അരുളി ചെയ്യുന്നത് ആ വലിയ പദവിയെയാണ്, അതിനെയാണ് അറിയിക്കുന്നത്. യോസഫിന്റെ ദർശനത്തിൽ ഒരു രാജാവിനെ പോലെ, അല്ലെങ്കിൽ എല്ലാവരും മടങ്ങുന്ന ഒരു പദവിയിലേക്ക് അവൻ ഉയർത്തപ്പെടുമെന്ന് പറയുമ്പോൾ നമുക്ക് ആത്മാവിലൂടെ നമുക്ക് തരുന്ന ദർശനം ഈ പറയുന്ന രാജകീയ പദവിയിലേക്കാണ്, രാജകീയ പുരോഹിത വർഗത്തിലേക്കാണ്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ ദൈവമക്കൾ എന്ന ആ അവകാശത്തിന്റെ പൂർണ്ണതയിലേക്കാണ്. ഇന്ന് ഉപയോഗിച്ചാൽ പാടിയ പാട്ടുകളിലൊക്കെ പലതിലും ആ നിലയിലുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ സൂചിപ്പിച്ചിരിക്കുന്നത്. ആ വലിയ പദവിയെ കുറിച്ചാണ് കർത്താവ് ആത്മാവിലൂടെ തിരുവചനത്തിലൂടെ നമ്മളോട് ഓരോരുത്തരോടും അരുളി ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, നമ്മളാരും ആ പദവിയെ കുറിച്ച് അറിവില്ലാതെ ഭവനത്തിൽ നിന്ന് ആടിനെ മേയ്ക്കുന്ന സ്ഥലങ്ങളിൽ തുടരെ വിനോദയാത്ര നടത്തുന്നവരായി മാറരുത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, യോസഫിന് അങ്ങനെ ഒരു പ്രതിസന്ധി അവന്റെ ജീവിതത്തിൽ വന്നില്ലെങ്കിൽ, അവൻ അവിടുന്ന് അങ്ങനെ ഒരു യാത്ര അവന് പുറപ്പെടാൻ കഴിഞ്ഞിരുന്നില്ലെങ്കിൽ, അവൻ തുടരെ ഭവനത്തിൽ നിന്ന് സഹോദരന്മാരുടെ അടുക്കൽ പോകുന്നു, സഹോദരന്മാരുടെ അടുക്കൽ മടങ്ങി വരുന്നു, അത് സന്തോഷത്തോടെ കാര്യങ്ങൾ ചെയ്തു, അത് അപ്പൻ കൊടുത്തു വിടുന്നത് അവരുടെ കൊണ്ടു കൊടുക്കുന്നു, അവർക്ക് ആ സഹോദരന്മാർ കൊടുക്കുന്നത് അപ്പന്റെ കൊണ്ടേ കൊടുക്കുന്നു, വലിയ സന്തോഷത്തോടെ അങ്ങനെ പോകുന്നു. അതൊരു വിനോദയാത്രയുടെ രീതിയിലൊക്കെ അതങ്ങ് തുടരുമായിരുന്നു. അങ്ങനെ ഒരു വിനോദയാത്ര തുടരുന്നവരായി നാം മാറരുത്. അതിന് തീർച്ചയായിട്ടും നമുക്ക് വെച്ചിരിക്കുന്ന പദവിയെ കുറിച്ചുള്ള വലിയ ബോധ്യം നമ്മളെ ഭരിക്കുമാറാകട്ടെ. തീർച്ചയായും അതിലൊരു യാത്ര, നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ അതിലൊരു യാത്ര ആ ദൈവത്തിന് ചില സാഹചര്യങ്ങളോട് നമ്മളോട് ചേർത്ത് നമ്മെ രൂപകൽപ്പന ചെയ്യാനാണെന്ന് നാം ഗ്രഹിക്കണം, നാം മനസ്സിലാക്കണം. യോസഫിനെ പോലെ ഒരു യാത്ര ചിലപ്പോൾ ഉണ്ടെങ്കിൽ അത് ദൈവകൽപ്പന, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഹിതം, അല്ലെങ്കിൽ ദൈവത്തിന് നമ്മളോടുള്ള ആ സാഹചര്യങ്ങളോട് ചേർത്ത് നമ്മളിൽ ചില പണികൾ ചെയ്തെടുക്കുവാനാണെന്നുള്ളത് നാം മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും ഒക്കെ ചെയ്യണം. പ്രിയമുള്ളവരെ, ഇത്തരം രൂപകൽപ്പനകളിലൂടെ കടത്തിവിടാതെ ദൈവം വ്യക്തികളിൽ രക്ഷയുടെ പൂർത്തീകരണം
വരുത്തുന്നില്ല എന്നുള്ളതും നാം അറിയണം. തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ കണ്ടതുപോലെ ആത്മാവിൽ നാം രക്ഷിക്കപ്പെട്ടു, ദേഹിയുടെ വിശുദ്ധീകരണം, അതുപോലെ ശരീരത്തിന്റെ ആ വീണ്ടെടുപ്പ് സംഭവിക്കുന്ന ആ കാലഘട്ടത്തിൽ പ്രിയമുള്ളവർ ഇങ്ങനെയുള്ള ചില രൂപകൽപ്പനകളിൽ കൂടെ ദൈവം കടത്തിവിടുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അത് നാം അറിയണം, നാം വിശ്വസിക്കണം, നാം മനസ്സിലാക്കണം. ഒരുപക്ഷെ നമുക്കതിനെ മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണെങ്കിലും ആത്മാവിന്റെ ശബ്ദത്തെ നാം ആരും നിരസിക്കരുത്. നാം അതിനെ അനുസരിക്കുന്നവരായി തീരട്ടെ. ദൈവത്തിൽ നിന്ന് കേൾക്കുവാനും അനുസരിക്കുവാനും തീരുമാനിച്ചാൽ അവിടെ വിശ്വാസം അതിന്റെ പൂർണ്ണ ശക്തിയോടെ നമ്മുടെ ജീവിതത്തിലും തെളിയിക്കപ്പെടും. അത് നമ്മുടെ അനുഭവത്തിലും പിൽക്കാലങ്ങളിൽ അനേകരുടെ ധൈര്യത്തിനും അനേകരുടെ വിശ്വാസത്തിനും ദൈവസന്നിധിയിലുള്ള പ്രശംസയ്ക്കും അത് കാരണമായി തീരുമെന്നുള്ളത് നാം മനസ്സിലാക്കുക. യോസഫിന്റെ കാര്യത്തിലേക്ക് മടങ്ങി വരുമ്പോൾ യോസഫ് രാജപദവിയിലെത്തി തന്റെ സഹോദരന്മാർ തന്നെ വണങ്ങുന്നതോ പിന്നീടുള്ള തലമുറകളുടെ മുമ്പിലും താൻ ഒരു നായകനായി നിൽക്കുന്നത് പോലെയുള്ള വരുവാനുള്ള ലോകത്തിലും നമ്മളും പ്രത്യക്ഷരാകുമെന്നുള്ള ആ വലിയ വാക്തത്വം അതിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. യോസഫിന്റെ ജീവിതത്തിൽ ദൈവം നന്മയ്ക്കായി തീർത്ത വേദനയേറിയ അനുഭവങ്ങൾ യോസഫ് പ്രാപിച്ച വ്യക്തിപരമായ അനുഗ്രഹങ്ങൾ കൊണ്ട് മാത്രം അവസാനിക്കുന്നില്ല. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നു യോസഫ് ഒരു കഷ്ടതയോടെ കടന്നുപോയി, യോസഫ് ആ കഷ്ടതകളൊക്കെ അനുഭവിച്ചെങ്കിലും അവൻ രാജാവായി, അവന്റെ കുടുംബം നന്നായി, അവൻ രക്ഷപ്പെട്ടു എന്നുള്ള നിലയിലാണ് നമ്മളൊക്കെ കാണുന്നത്. അതുപോലെ ഒരു അനുഗ്രഹമാണ് നമ്മളെ കാണിക്കുന്നത്. അവന്റെ പിതാവിനും സഹോദരന്മാർക്കും അവന്റെ കുടുംബങ്ങൾക്കും അത് നന്മയ്ക്കായി ഭാവിച്ചു എന്നുള്ളത് ആ വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അവരുടെ സഹോദരന്മാർ ക്ഷാമകാലത്ത് അവർ രക്ഷിക്കപ്പെട്ടു, അല്ലെങ്കിൽ അതിൽ നിന്ന് അവർ രക്ഷപ്പെട്ടു എന്നുള്ള കാര്യം നമുക്കറിയാം. അവരുടെ പിതാവും ഒക്കെ ആ മിസ്രൈമിലെ ആ സമ്പന്നതയിലേക്ക് കടന്നു വരുവാൻ, അതൊക്കെ അനുഭവിപ്പാൻ ഒക്കെ ഇടവന്നു. അതിന്റെ പിന്നിലെ തിന്മ ആലോചിച്ച്, അല്ലെങ്കിൽ യോസഫിനെ കൊടുക്കുവാൻ അല്ലെങ്കിൽ അവനെ ഇല്ലായ്മ ചെയ്യുവാൻ അങ്ങനെ തിന്മ ആലോചിച്ചവരും നടപ്പാക്കിയവരും പോലും ആ നന്മ അനുഭവിച്ചു എന്നുള്ളത് ആ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവർ മാത്രമല്ല, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് ജനിക്കത്തക്ക വിധം ആ ജാതി ഒരുക്കപ്പെടേണ്ടതിന് വിവിധ നിലയിൽ അത് പ്രയോജനമായി എന്ന് തിരുവചനം തുടർന്ന് പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവർ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയായി മാറി. പിന്നീട് മരുഭൂമിയുടെ അനുഭവത്തിൽ ന്യായപ്രമാണവും ദേവാലയവും ദൈവിക പ്രത്യക്ഷതയും അവർക്ക് ലഭിച്ചു, ആ ജാതിക്ക് ലഭിച്ചു. കാലസമ്പൂർണ്ണതയിൽ അങ്ങനെ ഒരുക്കി കൊണ്ടുവന്ന ആ വംശത്തിൽ നിന്നും ക്രിസ്തുയേശുവിൽ കൂടി നമുക്കും നന്മയും അനുഗ്രഹങ്ങളും പ്രാപിപ്പാൻ ഇടവന്നു എന്നുള്ളത് നമ്മൾ നമ്മുടെ ഇതുവരെയുള്ള കാലത്തെ ചേർത്ത് ഇണക്കി പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ ചിലരുടെ ജീവിതത്തിൽ ദൈവം വരുത്തുന്ന സംഭവ വികാസങ്ങൾ എല്ലാം, അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും തലമുറയായുള്ള ദൈവത്തിന്റെ വലിയ പദ്ധതികളെ പൂർത്തീകരിക്കാനായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നമ്മളും അങ്ങനെ പൂർണ്ണമായി തന്നെ ദൈവത്തിന്റെ മുമ്പാകെ സമർപ്പിക്കുമ്പോൾ അത് വിവിധ നിലയിൽ ദൈവനാമ മഹത്വത്തിന് കാരണമാകുകയും ചെയ്യുമെന്നുള്ളത് പ്രിയമുള്ളവരെ നാം വിശ്വസിക്കണം, നാം അതറിയണം. അവരുടെ വിശ്വാസം ഭൂമിയിലും സ്വർഗത്തിലും കീർത്തിക്കപ്പെടും. ജോസഫിനെ ഒരു നായകനായി ഇന്ന് നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ, ഒരുപക്ഷെ ഇസ്രായേലിലെ ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ, അതുപോലെ ആ വിശ്വാസം അറിയുന്ന സകല, അല്ലെങ്കിൽ ആ പുസ്തകം വായിച്ച് അതിൽ വിശ്വസിക്കുന്ന സകലരുടെയും മുന്നിൽ ഒരു നായകനായി അവൻ നിൽക്കുമ്പോൾ സ്വർഗത്തിലും അവന് അവൻ്റെതായ പദവികളോട് നിൽക്കുന്ന പോലെ പ്രിയമുള്ളവരെ നമുക്കും നമ്മുടെ വിശ്വാസവും ഭൂമിയിലും സ്വർഗത്തിലും കീർത്തിക്കപ്പെടുമെന്നുള്ള വലിയ വാക്തത്വം അതിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ യോസഫിനെ പോലെ തന്നെ പഴയ നിയമത്തിൽ അനേകരെ കാണാൻ കഴിയുന്നുണ്ട്. ചില പേരുകൾ പറഞ്ഞാൽ യാക്കോബ് അതുപോലെ തന്നെ യാത്ര ചെയ്തവരാണ്. യോബിന്റെ ജീവിതത്തിൽ അതുപോലെ തന്നെ സംഭവിച്ചതാണ്. മോശയുടെയും ജീവിതത്തിൽ ഒത്തിരി പ്രയാസങ്ങളിലൂടെയൊക്കെ കടന്നുപോയവരാണ്. അങ്ങനെ നിരവധി പേർ ആ കൂട്ടത്തിൽ ഉൾപ്പെടുന്നത് നമുക്ക് കാണുന്നുണ്ട്. യാക്കോബിന്റെ ജീവിതം പഠിക്കുമ്പോൾ തന്റെ ജീവിതത്തിലെ ആദ്യകാല ഉപായങ്ങൾക്ക് ശേഷം താൻ പദ്ദൻഅരാമിലേക്ക് പോയ ആ ചരിത്രം നമുക്കറിയാം. അവിടെ വെച്ച് തന്റെ അമ്മാവനും പിന്നീട് തന്റെ അമ്മായിയപ്പനുമായി മാറിയ ആ ലാബാനിൽ നിന്നും നിരവധി തവണ താൻ പരിഹസിക്കപ്പെട്ടു. ലാബാൻ തുടർച്ചയായി യാക്കോബിനെ പറഞ്ഞു പറ്റിച്ചു, പലവട്ടം പ്രതിഫലം മാറ്റി. എന്നാൽ അതിനെല്ലാം ദൈവം യാക്കോബിനെ അവിടെ നിന്നും, അല്ലെങ്കിൽ നന്മയ്ക്കായി ഭവിച്ചു, അല്ലെങ്കിൽ അവിടെ നിന്നും ഇറക്കാനായി ഉപയോഗിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അത് തികച്ചും ദൈവിക വാക്തത്വങ്ങളിലേക്കുള്ള ഒരു യാത്രയായി യാക്കോബിന്റെ ജീവിതത്തിൽ മാറി. അതുപോലെ ഇയ്യോബിന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളും വിശദീകരണങ്ങൾ കൂടാതെ തന്നെ നമുക്ക് അറിവുള്ളതാണ്. ഞാൻ ആ ഭാഗത്തിലേക്ക് പോകുന്നില്ല. പ്രിയമുള്ളവരെ, ദൈവം ഒരുക്കുന്ന വഴികളിലെ ചില പ്രതിസന്ധികൾ, അതൊരു പ്രതിസന്ധിയായി തോന്നുന്നത് നമുക്ക് മാത്രമാണ്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മാത്രമാണ് അത് പ്രതിസന്ധി. ഒരുപക്ഷെ ആ പ്രതിസന്ധികളിലൂടെ കടത്തിവിടുന്ന ദൈവത്തിന് അതൊരിക്കലും പ്രതിസന്ധിയല്ല. അത് ദൈവത്തിന്റെ മുമ്പിൽ ദൈവത്തിന്റെ പദ്ധതി തന്നെയാണ്, ദൈവത്തിന്റെ വഴികൾ തന്നെയാണെന്നുള്ളത് നാം അറിയാം. അത്തരം പ്രതിസന്ധികളുടെ അവസാനം ഒരു താൽക്കാലിക ഭൗതിക നന്മയും ശാശ്വതമായ ആത്മീയ നന്മയുമുണ്ട്. ഇങ്ങനെയുള്ള പ്രതിസന്ധികളിലൂടെ കടത്തിവിടുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള അതിനൊരു പ്രതിഫലം ലോകത്തിലും ലഭിക്കാറുണ്ട്. അതിനേക്കാൾ ഒക്കെ ഉപരി ഒരു ശാശ്വത നന്മയും, അല്ലെങ്കിൽ ശാശ്വതമായ ആത്മീയ നന്മയും ഉണ്ടെന്നുള്ളത് നാം അറിയട്ടെ. എന്നാൽ ലോകത്തിലുള്ള, അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള മനുഷ്യർ അന്വേഷിക്കുന്നത് അതിൽ
നമ്മളിലെ താൽക്കാലിക നന്മയെ മാത്രമാണ്. എന്നാൽ തെരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധന്മാർ അന്നുള്ള ആഹാരത്തിനുള്ളത് ദൈവത്തിൽ നിന്ന് ചോദിച്ചിട്ട് ശാശ്വതമായ ആത്മീയ അനുഗ്രഹത്തിനായി കാത്തിരിക്കണമെന്നാണ് തിരുവചനം നമ്മെ പ്രബോധിപ്പിക്കുന്നത്. കർത്താവും അത് തന്നെയാണ് ആ ഭാഗങ്ങളിലൂടെ ഒക്കെ നമ്മെ മനസ്സിലാക്കുന്നത്. അന്നുള്ള ആഹാരത്തിന് ചോദിച്ചിട്ട് ബാക്കിയുള്ള സമയങ്ങളൊക്കെ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ദൈവത്തോട് അന്വേഷിക്കുന്നത് ആ ശാശ്വതമായ ആത്മീയ നന്മയെ പ്രതി ആയിരിക്കണം എന്നുള്ളതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അവിടെയാണ് ദൈവിക പ്രസാദം എന്നുള്ളത് നാം മറന്നു പോകരുത്. അത് നമുക്കറിയാം. ശലോമോന്റെ ഒരു ഉദാഹരണം പറയുമ്പോൾ ശലോമോനോട് ചോദിക്കുന്നു, നിനക്ക് എന്ത് വേണം, അല്ലെങ്കിൽ സ്വപ്നത്തിൽ അരുളി ചെയ്തിട്ട് നിനക്ക് എന്ത് പ്രസാദം അല്ലെങ്കിൽ എന്ത് നന്മ വേണമെന്ന് ചോദിക്കുമ്പോൾ അവനൊരു ഉചിതമായ ഉത്തരം പറയുമ്പോൾ ദൈവം അവനെ എല്ലാം നൽകുന്നത് പോലെ പ്രിയമുള്ളവരെ, ഒരു ഉചിതമായ തീരുമാനം അല്ലെങ്കിൽ ദൈവത്തിന് പ്രസാദമുള്ള ഒരു നല്ല തീരുമാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അവിടെ ആ ദൈവിക പ്രസാദത്തിലേക്ക് നമുക്ക് സ്റ്റെപ്പ് വെച്ച് കയറുവാൻ നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിൽ ഇടവരട്ടെ. പ്രിയമുള്ളവരെ, ചിലപ്പോൾ ചില കഷ്ടതകൾ പ്രത്യക്ഷത്തിൽ ദൈവമക്കളുടെ താൽക്കാലികമായ ഭൗതിക നന്മയായി മാറാറുണ്ട്. എന്നാൽ അതിനെ ആത്മീയ നന്മകളാക്കി മാറ്റുന്നത് നമ്മുടെ പേരിൽ പകർന്ന കൃപയെ വ്യർത്ഥമാക്കാതെ ക്രിയാത്മകമായി അതിനെ ഉപയോഗിക്കുകയും കൂടാതെ നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാവിനെ ക്രിസ്തുയേശുവിനോട് അനുരൂപരാക്കുന്നതിലൂടെയാണ് നമുക്ക് ലഭിച്ച ആ നന്മയെ അല്ലെങ്കിൽ നമ്മളെ കടത്തിവിട്ട ആ പ്രയാസങ്ങളെ, കടത്തിവിട്ട സാഹചര്യങ്ങളെ ഒരു ആത്മീയ നന്മയാക്കി മാറ്റാൻ കഴിയുന്നത് അതിലൂടെയാണെന്നുള്ളത് നാം അറിയട്ടെ. ഇന്ന് ലോകത്തിലെ മനുഷ്യർ ഏറ്റവും കുറച്ച് പരിഗണിക്കുന്നത് ഈ പറയുന്ന ആത്മീയ നന്മയാണ്. എന്നാൽ ദൈവത്തിന്റെ വിശുദ്ധന്മാർ, തിരഞ്ഞെടുക്കപ്പെട്ടവർ, അവർ ഏറ്റവും കൂടുതൽ പരിഗണിക്കുന്നത് കർത്താവിന് അല്ലെങ്കിൽ അതിനെ ഒരു ആത്മീയ നന്മയാക്കി നമ്മുടെ ജീവിതത്തോട് ചേർത്ത് പിടിക്കാനാണ് ലോകത്തിലെ ദൈവത്തിന്റെ വിശുദ്ധന്മാർ എപ്പോഴും ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ പരിഗണനകൾ എവിടെയാണ് എന്ന് പരിശോധിക്കുന്നതിലൂടെ അതൊരു ശാശ്വത നന്മയ്ക്കായി നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ തന്നെ ഒന്ന് പരിശോധിക്കുമ്പോൾ അത് ശാശ്വത നന്മയ്ക്കായി നമ്മുടെ ജീവിതത്തിലുള്ള എന്തെങ്കിലും സാഹചര്യങ്ങൾ മാറുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുന്നതിലൂടെ നമ്മുടെ പരിഗണനകൾ എവിടെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നാം എങ്ങോട്ടാണ് ചിന്തിക്കുന്നത്, നാം എന്തിനാണ് കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കുവാൻ അങ്ങനെ ഒരു പരിശോധനയിലൂടെ നമുക്ക് കഴിയുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അപ്രകാരം ലഭിക്കുന്ന ശാശ്വത നന്മകൾ എന്തൊക്കെയായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ചിന്തയിൽ വന്നിട്ടുണ്ടോ? നമ്മൾ ആമുഖത്തിൽ വായിച്ച വാക്യം അതിനെക്കുറിച്ച് നമുക്ക് അറിവ് നൽകുന്നുണ്ട്. ഞാൻ ആ വാക്യം ഒന്നുകൂടെ വായിക്കട്ടെ. 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കണ്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ഇതുവരെ ആർക്കും അതിന്റെ മഹത്വത്തെ കാണുവാനോ അതിന്റെ വ്യാപ്തിയെ നിശ്ചയിക്കുവാനോ കഴിഞ്ഞിട്ടില്ല എന്ന് തിരുവചനം നമ്മെ അറിയിക്കുന്നു. അതിനാൽ സകലവും നന്മയ്ക്കായി ചെയ്യുന്നത് പറയുമ്പോൾ ദൈവം ഒരുക്കുന്ന വലിയ കാര്യങ്ങളെ താൽക്കാലിക ഭൗതിക കാര്യങ്ങളിൽ ആശ്രയം വെച്ച് നഷ്ടമാക്കരുതെന്നുള്ള ഒരു വലിയ മുന്നറിയിപ്പ് തന്നെ അതിലൂടെ നമ്മൾക്ക് പകർന്നിരുന്നുണ്ട്. അതിനെ കൃത്യമായി തന്നെ ആ വാക്യങ്ങളിൽ അവിടെ വിശദീകരിക്കുന്ന നമുക്ക് കാണുന്നുണ്ട്. 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനമത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. നമ്മുടെ തേജസ്സിനെ തന്നെയാണ് ദൈവം ഇത്തരം കാര്യങ്ങളിലൂടെ നമ്മുടെ ആത്യന്തിക നന്മയായി നമ്മളെ അറിയിക്കുന്നത്. അതിനാൽ ഒരു വിധത്തിലും ഈ കാര്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ഉപേക്ഷ ഉണ്ടാകരുത്, ഉപേക്ഷ വിചാരിക്കരുത്. യാക്കോബ് പദ്ദൻഅരാമിൽ നിന്നും ദൈവിക വാഗ്ദത്തങ്ങളിലേക്ക് മടങ്ങിയതുപോലെ ഒരു മടക്കം നമുക്കും ഉണ്ടാകട്ടെ. ആ യാത്രയിൽ തീർച്ചയായും തനിക്ക് പണ്ട് മുതലേ ഭീഷണിയായിരുന്ന യേശാവുണ്ട്. എന്നാൽ യാബോക്ക് നദീതീരത്തിലെ പോലെ ദൈവിക വാഗ്ദത്തങ്ങളിന്മേലുള്ള ഉറപ്പ്, യാബോക്ക് നദീതീരത്തിൽ സംഭവിച്ച എന്താ കാര്യം നമുക്കറിയാം. അതുപോലെ ദൈവത്തോടുള്ള ആ ദൈവിക സാന്നിധ്യത്തിലുള്ള ആ ദൈവിക ഉറപ്പ് പ്രാപിച്ചുകൊണ്ട് മുന്നോട്ട് ദൈവിക വാഗ്ദത്തങ്ങളിലേക്ക് യാത്ര ചെയ്യുവാൻ നമ്മുടെ ജീവിതത്തിൽ ഇടവരട്ടെ. ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെയിരിക്കാമെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവിൽ അധികം ആശ്രയിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. കർത്താവ് ഈ തിരുവചനങ്ങൾ നാം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ദൈവത്തെ സ്നേഹിക്കുമ്പോൾ സർവം നന്മയ്ക്കായി ഭവിച്ചിരുന്നു. തിരുസ്വരമനുസരിച്ച നമുക്കൊരുക്കിടും അവനഖീലം. കൃപയരുളിടുമേ ബലമണിക്കുമേ, കൃപയരുളിടുമേ ബലമണിക്കുമേ. മാറാമധുരമായി മാറ്റിയിടുമേ, മാറാമ
മാറ്റിയിടുമേ. യേശു 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 ആരിലും വലിയവൻ. യേശു 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 ആരിലും മതിയായവൻ. യേശു 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 ആരിലും വലിയവൻ. യേശു 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 ആരിലും മതിയായവൻ. നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ, തിന്മയാകെ മായിക്കുന്നവൻ, പാപമെല്ലാം ക്ഷമിക്കുന്നവൻ, പുതുജീവനെന്നിൽ പകരുന്നവൻ.